ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും ചോദിച്ചു ഞാൻ ഈ ഒരു ബോഡിയിൽ നിന്ന് ഈ ഒരു ബോഡിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത ബൾക്കിൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ബൾക്കിൻ്റെ ഡയറ്റിൽ ഉപയോഗിച്ച ഒരു ഷേക്ക് റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് ഞാൻ കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞുതരാം. എല്ലാവരും വീഡിയോ ഫുള്ളാക്കി കാണുക. നമുക്ക് പോകാം. ഗൈസ്, ഇവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴമാണെങ്കിൽ 1, ബാക്കിയാണെങ്കിൽ 2, 3 ഒക്കെ ഇടാവുന്നതാണ്. പിന്നെ 3 ഈന്തപ്പഴം, ശേഷം ഒരു 8 അണ്ടിപ്പരിപ്പും ബദാമും എടുക്കണം. പിന്നെ ഓട്സ്. ഈ അണ്ടിപ്പരിപ്പ് ബദാമിൻ്റെയൊക്കെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, ഈന്തപ്പഴത്തിൻ്റെയൊക്കെ. അടുത്തതായി നമുക്ക് 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെയും എമൗണ്ട് നിങ്ങൾക്ക് കൂട്ടാം. ഞാനിപ്പോൾ അത്യാവശ്യം നോർമൽ ബൾക്കിങ്ങിനെയാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഈ പഴവും ഡേറ്റ്സ്, ആൽമണ്ട് എല്ലാം നമുക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഓട്സ് എൻ്റെ ഒരു കയ്യിൽ പിടിക്കുള്ള ഓട്സ് എഴുതാതിട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അതും അധികം വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഗർ ഒക്കെ എടുക്കുക. അപ്പോൾ പറഞ്ഞു തന്നത് ഇതാണ് നമ്മുടെ ബൾക്കിംഗ് ഷേക്ക്. സംഭവം ഭയങ്കര ടേസ്റ്റ് പ്രതീക്ഷിക്കരുത്. നമുക്ക് മസാല ബിൽഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒഴിക്കലും കുടിക്കരുത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഈന്തപ്പഴം മസ്റ്റാണ്. ഈന്തപ്പഴം അതിനകത്ത് ബൾക്കിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇതിനകത്തുള്ളത്. ബാക്കി ബദാം, അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ കുറേ പറഞ്ഞാൽ ഷേക്ക് കുടിച്ച് ബൾക്കാവുന്നില്ല എന്ന്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറയുന്നതാണ് വർക്കൗട്ട് ചെയ്യാറില്ല, പക്ഷേ ഷേക്ക് കുടിക്കും. വർക്കൗട്ട് ചെയ്താൽ ഷേക്ക് കുടിച്ചിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ ഷേക്ക് കുടിച്ചോണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ. പൈസ കുറേ അങ്ങ് പോകും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഷേക്കും കുടിക്കുക, വർക്കൗട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് ബൾക്കിങ് ആവുള്ളൂ. അതിപ്പോൾ ഏത് ഡയറ്റ് ആയിരുന്നാൽ പോലും എല്ലാം കഴിച്ചെന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് ബോഡി ബിൽഡ് ആവില്ല. വർക്കൗട്ട് കൊണ്ട് ചെയ്യാം. ഓക്കെ.